മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മാങ്ങ ഒരു അച്ചാർ ഇട്ടാലോ? എങ്ങനെ ഇടുന്നതെന്ന് അറിയാം. കടുവൊന്നും മറക്കാതെ നമുക്ക് അച്ചാറിടാം. ആദ്യം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് തിരുമ്മി കൊടുക്കുക. മാങ്ങ അച്ചാറിടാം. അതിന് വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം മാങ്ങ അരിഞ്ഞെടുത്തു, കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വെച്ചു, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായം, കുറച്ച് കടുക് ചതച്ചത്. മാങ്ങയ്ക്ക് സാധനത്തിനനുസരിച്ചാണ് കേട്ടോ ഇടുന്നേ. ഞാൻ 1/2 കിലോ മാങ്ങ എടുത്തു, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക് ചതച്ചത്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ മാങ്ങ അച്ചാറിടുന്നത്. മാങ്ങ വേവിക്കാതെ നമുക്ക് അച്ചാറിടാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, നല്ലെണ്ണ. കടുക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, അങ്ങനെ പൊടികളെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അത് ഇട്ടപ്പോൾ തന്നെ എന്തോ ഒരു മണം, എല്ലാ സാധനവും കൂടെ ചേർന്നപ്പോൾ തന്നെ. കായ, ഉലുവ, കടുക് ചതച്ചത്, ഉണ്ടോ? നല്ല സൂപ്പർ ഒരു അച്ചാറായി. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല സൂപ്പർ ഒരു അച്ചാർ കേട്ടോ. മാങ്ങ അച്ചാർ, കടുക് വറുക്കാതെ ചൂടാക്കാതെ ഉണ്ടാക്കിയ അച്ചാർ കണ്ടോ. എന്ത് രുചിയാണെന്നറിയാമോ? വായിക്കൂടി ഇപ്പോഴേ കപ്പൽ ഓടിക്കുക അതുപോലത്തെ. മാങ്ങാന്ന് കേൾക്കുമ്പം തന്നെ എല്ലാവർക്കും ഒരു ഉണ്ടോ. എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ മാങ്ങ അച്ചാറിട്ടത്. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. തുള്ളിയും വെള്ളം ചേർക്കാതെ അച്ചാറിട്ടതാ കണ്ടോ. പാത്രത്തിൽ ഇട്ട് കാണിക്കണമെങ്കിൽ ഇതാ അച്ചാർ, മാങ്ങ അച്ചാർ. എൻ്റെ ചാനൽ മറക്കണ്ട കേട്ടോ. ശോശാമ്മ കിച്ചൺ മാങ്ങ ഉണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ പറയാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പ്, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക് ചതച്ചത് എല്ലാം കൂടി ഇട്ട് ഇളക്കി നല്ലെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കുക. ഉണ്ടോ? ഇനി ഇത് ഇരുന്നിട്ട് തന്നെ മാങ്ങയുടെ വെള്ളം ഇറങ്ങും. ഇത് സൂപ്പർ ഒരു അച്ചാർ കണ്ടോ. മാങ്ങ അച്ചാർ.